പ്രായമായാൽ, പ്രത്യേകിച്ച് ഒരു 30 വയസ്സ്, ഒരു 40 മധ്യവയസ്സിലെത്തിയാൽ നമ്മൾ വയസ്സായി, ഇനി അധികം കാലമൊന്നുമില്ല എന്നുള്ള ചിന്താഗതികളിലാണ് പലരുടെയും രീതി. ചിലപ്പോൾ ചിലരത് വന്നു കഴിയുമ്പോൾ നരയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഗുളികകളും ആശുപത്രിവാസമൊക്കെയാണ് ജീവിതം, ഇനി നിനക്കൊന്നും ജീവിതത്തിൽ നേടാനില്ല, മരണം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയുള്ളവരായിരിക്കും ഭൂരിഭാഗവും. അതിൽ നിന്ന് വ്യത്യസ്തമാണ് തങ്കമ്മ PM എന്ന് പറഞ്ഞ 70-കാരിയായ നമ്മുടെ തങ്കമ്മ ചേച്ചി. അതെങ്ങനെയാണെന്ന് ഇതാ കണ്ടു നോക്കൂ. എത്ര വയസ്സുണ്ട്? 74. 74 വയസ്സുണ്ട്. എവിടാ വീട്? ഇലഞ്ഞി ആലപുരം. ഇലഞ്ഞി ആലപുരം. ഒറ്റ ചോദ്യം, ഇവിടെ എന്താ ഇപ്പൊ പഠിക്കുന്നേ? ഞാൻ ബികോം ഏത് ഇയറാ? ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയറിലെ സ്റ്റുഡന്റ് ആണോ ഈ നിൽക്കുന്നേ? ഫ്രഷറാ. ഈ പ്രായത്തിലേ പഠിച്ചേക്കാം, ബികോം പഠിച്ചേക്കാന്ന് എങ്ങനെ ഒരു ആലോചന വന്നത്? ഡിഗ്രിക്ക് എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. ആരെങ്കിലും +2 എഴുതി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ആരെങ്കിലും എന്നെ പഠിപ്പിച്ചാൽ ഞാൻ ഇനിയും പഠിക്കൂന്ന് പറഞ്ഞു. +2 എഴുതിയപ്പോഴാ എത്രാം വയസ്സിലാ? 74 കഴിഞ്ഞ കൊല്ലം. 10 എഴുതിയതോ? അത് 19. 19-ാം വയസ്സിലാ. അന്ന് കണ്ടില്ലേ, ശ്രീകണ്ഠൻ നായർ ഷോയിൽ തങ്കച്ചൻ ചേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇത്ര ആക്റ്റീവായിട്ടിരിക്കുന്ന ഇത്ര പ്രായത്തിൽ. അപ്പോൾ ശ്രീകണ്ഠൻ നായർ സാറ് പറഞ്ഞൊരു മറുപടിയാണ്, നമുക്ക് പ്രായമായെന്ന് നമുക്ക് തോന്നി തുടങ്ങിയാൽ നമ്മളപ്പോൾ വീഴും. അതുകൊണ്ട് നമ്മൾ എന്നും മനസ്സെപ്പോഴും യൗവനത്തോടെ സൂക്ഷിക്കണം. അതുപോലെ തന്നെയാണ് ഇതുപോലുള്ള ഈ തങ്കമ്മ ചേച്ചിനെ പോലുള്ള ആളുകൾ. നമ്മൾ മനസ്സിൽ പ്രായം നമ്മുടെ മനസ്സിനെയാണ്, നമ്മുടെ ശരീരത്തെ കാണിക്കുന്നു, മനസ്സിനെ ബാധിക്കുന്നില്ല. നമ്മൾ ഫുൾ എൻജോയ് ചെയ്ത് നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുക.